Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. Lazaro Academy, Aviation, Logistics and Paramedical, Payyanur, Mattanur. Glass Palace, MM Road, Pilatara, Kannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച വെങ്ങര സ്വദേശിനി MB റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ ഭർത്താവ് കുഞ്ഞിനെ വേണമെന്നാവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്ത്. റീമയുടെ കുടുംബത്തെ സന്ദർശിച്ച് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി. കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും ഇതിന് കുടുംബത്തോടൊപ്പം മഹിളാ അസോസിയേഷൻ ഉണ്ടാകുമെന്നും PK ശ്രീമതി. പഴയങ്ങാടി അടുത്തിലയിൽ നിയന്ത്രണം വിട്ട ബൊലേറോ കാർ ഹോട്ടലിന് മുന്നിലേക്ക് മറിഞ്ഞു. വൈകിട്ട് 3:30 അപകടം. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ചെറുവത്തൂർ വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ജില്ലാ ഭരണകൂടം നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ദേശീയപാത അതോറിറ്റി അവഗണിച്ചുവെന്നും പുറത്തുവന്ന റിപ്പോർട്ടിലുണ്ട്. ഇടവപ്പാതിക്കുശേഷം തുലാമാസത്തിലെ 10-ാം ഉദയം വരെയുള്ള 5 മാസക്കാലം തെയ്യക്കാർക്ക് വറുതിയുടെ കാലമാണ്. ഇനി കാൽച്ചിലമ്പൊലി കേൾക്കാൻ തുലാമാസം വരെ കാത്തിരിക്കണം. തെയ്യം കലാകാരന്മാർക്കും കോലധാരികൾക്കും വിശ്രമത്തിന്റെയും വറുതിയുടെയും കാലം കൂടിയാണ് ഈ തെയ്യമില്ലാ കാലം. വിശദമായ വാർത്തകളിലേക്ക്. കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച വെങ്ങര നടക്ക് താഴെ സ്വദേശിനി MB റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഭർത്താവ് കുഞ്ഞിനെ വേണമെന്നാവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്ത്. റീമ കുഞ്ഞുമായി ജീവനൊടുക്കിയതിന്റെ ഒരു ദിവസം മുൻപുള്ളതാണ് ഫോൺ സംഭാഷണം. വെങ്ങര നടക്ക് താഴെയുള്ള റീമ കുഞ്ഞുമായി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിന് കാരണം ഭർത്താവ് കമൽരാജാണെന്ന് സൂചിപ്പിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതിനു പിന്നാലെയാണ് കമൽരാജും റീമയും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നിരിക്കുന്നത്. റീമയുടെ ഭർത്താവ് കമൽരാജിന്റെ അമ്മയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. നിനക്കെന്തിനാന്ന് എനിക്ക് നോക്കാൻ കഴിയാനിട്ടല്ലേ നമ്മ ഇപ്പൊ 2 വയസ്സായത്. നിന്റെ അമ്മക്ക് എന്തിനാന്ന് പോറ്റാൻ കുഞ്ഞിനെ? നീ നമ്മളെ ജീവിക്കാൻ വിടാണ്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് ഇനി എന്തിനാടാ കുഞ്ഞിനെ? ഞാൻ നോക്കാനും നീ നോക്കാനും ഇല്ല അവസ്ഥ ആരാക്കി. നീ താങ്ങി പിടിക്കുന്നു. നീ നോക്കാനും ഞാൻ നോക്കാനും ഇല്ല അവസ്ഥ ആരാക്കി. നീ പിന്നെന്തിനാന്നാ പെണ്ണുങ്ങൾക്ക് നീ കുഞ്ഞിനെ പുഴുങ്ങി തിന്നാനാ? അനക്കും വേണ്ട നിങ്ങളെ ആവശ്യം ഇല്ല. നീ അത്രക്ക് വെറുത്ത് അറുത്തു പോയി. ഇനി എന്തിനാന്ന് നീ? അമ്മയുടെ അടുത്തേക്ക് കുഞ്ഞിനെ അയക്കില്ല. വൃത്തികെട്ട സ്ത്രീയാണവർ. കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യും. പരസ്പര ധാരണയോടെ പിരിയാമെന്നാണ് ഫോൺ സംഭാഷണത്തിൽ റീമ പറയുന്നത്. റീമ ജീവനൊടുക്കിയതിന് ഒരു ദിവസം മുൻപത്തെ ഫോൺ സംഭാഷണമാണിത്. അതേസമയം സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞുമായി ആത്മഹത്യ ചെയ്ത വെങ്ങര നടക്ക് താഴെ സ്വദേശിനി MB റീമയുടെ കുടുംബത്തെ സന്ദർശിച്ച് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ. കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും ഇതിന് കുടുംബത്തോടൊപ്പം മഹിളാ അസോസിയേഷൻ ഉണ്ടാകുമെന്നും PK ശ്രീമതി പറഞ്ഞു. ഏറെ ദാരുണമായ സംഭവമാണ് റീമയുടെയും കുഞ്ഞിന്റെയും മരണമെന്ന് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. കേസിന്റെ അന്വേഷണം ഗൗരവത്തിൽ നടക്കുന്നില്ലെന്ന് കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുവെന്നും ശക്തവും കൃത്യവുമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും ഇതിന് കുടുംബത്തോടൊപ്പം മഹിളാ അസോസിയേഷൻ ഉണ്ടാകുമെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം മഹിളാ അസോസിയേഷന്റെ നേതാക്കൾ എന്നുള്ള നിലയിൽ
3 പേരും ഞാനും അവിടെ പോയി. സഖാക്കള് ശകുന്തള, അതുപോലെ അജിത, പ്രഭ 3 പേരും പിന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ പോലീസിന് വീണ്ടും നിവേദനം കൊടുക്കുന്നുണ്ട്. വീണ്ടും പിന്നെ മൊഴിയെടുക്കാൻ HSO അവിടെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് ഗൗരവത്തിൽ തന്നെ, ഈ കേസ് വളരെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ എടുക്കുന്നതാണ് എന്ന് നമ്മുടെ റൂറൽ SP ശ്രീ അനൂജ് IPS പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ ഇവരുടെ ഭാഗത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. അത് കുറ്റവാളികളായിട്ടുള്ളവർക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിദ്യാലയങ്ങൾ ഭൗതിക സാഹചര്യങ്ങളിൽ ഏറെ മുന്നിലേക്ക് നീങ്ങുമ്പോഴും നമ്മുടെ കുട്ടികളിൽ പലർക്കും മാനസികാരോഗ്യം നഷ്ടപ്പെടുകയാണോ? കൗമാരപ്രായക്കാരിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയ്ക്കും മറ്റും ആരാണ് ഉത്തരവാദി? കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സേതു ചീമേനി തയ്യാറാക്കിയ റിപ്പോർട്ട്. ആസുരമാണ് നമ്മുടെ കാലം. കൂട്ടമായി പറക്കുന്ന പക്ഷികൾക്ക് നടുവിൽ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയെപ്പറ്റി ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പല കുട്ടികളുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. മനസ്സിൽ നന്മയുള്ളവർ വിജയിച്ച ചരിത്രം കഥകളിൽ മാത്രമേ ഉള്ളൂ. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ അധ്യാപകരും സമൂഹവും പരിഗണിക്കുന്നുള്ളൂ. അല്ലാത്തവർ പൊരുതി ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അതിന് കാത്തിരിക്കണം. ഇതിന് സാധിക്കാത്തവർ ജീവിതത്തിൽ കണ്ണീരോടെ തോറ്റുമടങ്ങും. കുട്ടികളിലുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ മനസ്സിലാക്കാനും പരിഹാരം കാണാനും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആരുണ്ട്? ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ സൈക്കോ സോഷ്യൽ കൗൺസിലർമാരുണ്ടെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ എണ്ണം 99-ലെത്തി നിൽക്കുന്നു. ഇതുപോലെ തന്നെയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, റാഗിംഗ് എന്നിവയുടെയും സ്ഥിതി. കൗൺസിലർമാർ, PTA, മദർ PTA, അധ്യാപകർ, ഇങ്ങനെ വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായിട്ടും ഇത്തരക്കാരെ കണ്ടുപിടിക്കാൻ തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടു. ശക്തമായ PTA-കൾ, മദർ PTA-കൾ, സ്റ്റുഡൻസ് പോലീസ്, അതുപോലെ യോഗ്യത നേടിയ കൗൺസിലർമാരും നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട്. മുൻകാലങ്ങളിൽ കൗൺസിലർമാരുടെ ക്ഷാമം നമ്മുടെ സമൂഹം നേരിട്ടതാണ്. പക്ഷേ എന്നിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ട് എന്നൊരു കാര്യം നമ്മുടെ സമൂഹം വളരെ ഗൗരവകരമായി പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പലരും ഉന്നയിക്കുന്നു. അധ്യാപകർ പഴയതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ ഇടപെടുന്നത്. അതിന് അധ്യാപകർ പറഞ്ഞ പ്രധാന കാരണം ബാലാവകാശ കമ്മീഷൻ്റെയും മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ഇടപെടലുകൾ നമ്മളെ പിന്തിരിപ്പിക്കുന്നു എന്നാണ്. അതുപോലെ PTA-യുടെ ഇടപെടൽ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും PTA-കളും അതുപോലെ കൗൺസിലർമാരും മദർ PTA-യും തമ്മിലൊരു ഏകോപനത്തിൻ്റെ അഭാവം ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നതിന്, വിദ്യാർത്ഥികളിലെ റാഗിങ്, അതുപോലെ അക്രമ പ്രവണതകൾ വിദ്യാലയങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രക്ഷാകർത്താക്കളിൽ നിന്നും കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദവും വിദ്യാലയങ്ങളിൽ നിന്നാണ് തിരുത്തപ്പെടേണ്ടത്. സത്യസന്ധരായ അധ്യാപകരെ അടിച്ചിരുത്തുകയും കോടതി കയറ്റുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ മറുവശത്തുണ്ട് താനും. മനോഹരങ്ങളായ കെട്ടിടങ്ങൾ ഉയരുമ്പോഴും മാനസികാരോഗ്യം തീരെയില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണോ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി? നമ്മുടെ ഇളമുറക്കാർ ഉൾക്കാമ്പില്ലാത്ത ഒരു തലമുറയായി മാറുകയാണോ? ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെപ്പോലും നേരിടാൻ ഇവർക്ക് സാധിക്കുന്നില്ല. TV-യുടെ റിമോട്ട് ഒളിപ്പിച്ചു വെച്ചതിന് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ കഥയും ഭാര്യ മദ്യക്കുപ്പി ഒളിപ്പിച്ചു വെച്ചതിന് ആത്മഹത്യ ചെയ്ത ഭർത്താവിൻ്റെ കഥയും ഈ അടുത്താണ് നമ്മൾ കേട്ടത്. ജീവിതം എന്തെന്നറിയാതെ വളരുകയാണ് പുതിയ തലമുറ. സോഷ്യൽ മീഡിയയിലെ ബന്ധങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇവർക്ക് സാമൂഹ്യ ബന്ധങ്ങൾ കുറയുകയാണ്. എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനൊരു കൗൺസിലിംഗ് സേവനത്തിനെ കുറിച്ച് രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെ കുറവാണ്. പലപ്പോഴും രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് കൗൺസിലറുടെ എത്തിക്കാനും അതിന് തന്നെ ഭയമാണ്, അല്ലെങ്കിൽ മടിയാണെന്ന് പറയാം. ഇനി എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും അത് കുട്ടികൾ അറിയാതെ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്കൂളിലെ ആൾക്കാർ അറിയാതെ സോൾവ് ചെയ്യാനോ പറയാറുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കൗൺസിലർക്ക് ഒരുപാട് പരിമിതികൾ വരും ചെയ്യുന്നത്. എന്നാലും മിക്ക കൗൺസിലേഴ്സും ഇത് മനസ്സിലാക്കി, നമ്മളുടെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ
പേര് വിവരങ്ങളോ കാര്യങ്ങളോ പുറത്തു വിടാതെ വളരെ രഹസ്യമായി കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. എങ്കിലും സീരിയസ് ആയ കേസുകൾ, ഇതുപോലെ ആത്മഹത്യാ ശ്രമം, ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മളത് റെഫർ ചെയ്തോണ്ടായില്ല. റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, സ്കൂളിലുള്ള സമയം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. പക്ഷേ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് രക്ഷിതാക്കൾ കൃത്യമായി നമ്മൾ പറയുന്ന ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാവാതെ വരുമ്പോഴൊക്കെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഇരട്ടിയാവുന്നത്. അപ്പോൾ ഇതിൽ രക്ഷിതാക്കളുടെ റോള് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ ലോകത്ത് മിക്ക രക്ഷിതാക്കളും വളരെ തിരക്കുള്ളവരാണ്, ജോലിയുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ എന്താ പറയുക, ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് കുട്ടികളുടെ കൂടെ ചിലവാക്കാൻ വേണ്ടി കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ കുട്ടികളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ സഹായത്തോടു കൂടി കൗൺസിലേഴ്സ് ഇരിക്കുന്നത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ ഒരു 3/4 ഭാഗവും കുട്ടി ചെലവഴിക്കുന്നത് വീട്ടിലും സ്കൂളിലും ഒക്കെ മാറിയാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൗൺസിലർക്ക് ഒരു പരിധിവരെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും സാധിക്കും. ആത്മഹത്യ ചെയ്യുന്ന മുതിർന്നവരുടെ എണ്ണവും ജീവിതത്തിന്റെ നൂൽപ്പാലത്തിൽ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണവും നമുക്കിടയിൽ അത്ര ചെറുതല്ല. ആരോഗ്യമുള്ള കുടുംബ ബന്ധങ്ങളും മന്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള പ്രയത്നം നമുക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് പഴയങ്ങാടിയിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി.കെ. ശ്രീമതി അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് CPIM മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കെ. പത്മനാഭൻ അധ്യക്ഷനായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി.കെ. ശ്രീമതി അനുസ്മരണ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന് വേണ്ടി പറയുന്നതാണ്, അദ്ദേഹം ശരിയായ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന അസാമാന്യമായ, അനിതര സാധാരണമായ, സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ്. അദ്ദേഹത്തെ മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ. എങ്ങനെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിലൂടെ 102ാമത് വയസ്സ് 1923 ഒക്ടോബറിൽ ജനിച്ച് 102ാമത് 2 വയസ്സ് പൂർത്തിയാവാൻ ഒക്ടോബർ മാസം 17 എത്തിയാൽ മതി 102 വയസ്സ് പൂർത്തിയാവും. CPIM മാടായി ഏരിയ സെക്രട്ടറി വി. വിനോദ്, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, M. വിജിൻ MLA, IV ശിവരാമൻ, പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ്, P. നാരായണൻ, MP ഉണ്ണികൃഷ്ണൻ, T. രാജൻ, PT സുരേഷ്, സുഭാഷ് അയ്യോത്ത്, U. മുഹമ്മദ് ഹാജി, SU റഫീഖ്, ചന്ദ്രൻ കുറുവാട്ട്, AV സനിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി അടുത്തിലയിൽ നിയന്ത്രണം വിട്ട ബൊലേറോ കാർ ഹോട്ടലിന് മുന്നിലേക്ക് മറിഞ്ഞു. വൈകിട്ട് 3:30 അപകടം. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 അപകടം നടന്നത്. കോട്ടയത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന കാർ നിയന്ത്രണം വിട്ട് അടുത്തില ചിരാഗ് ഹോട്ടലിന് മുന്നിലേക്ക് മറിയുകയായിരുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരുടെ ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽ തകർന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരും ജീവനക്കാരും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. KSTP റോഡിൽ വാഹനങ്ങളുടെ അമിത വേഗത അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. നല്ല സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് വരുമ്പോ ഒരു വണ്ടി, പഴയങ്ങാടിന്ന് വരുന്ന വണ്ടി, അത് ഓപ്പോസിറ്റ് ആയിട്ട് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായി. ആർക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ തന്നെ പേടിച്ചു പോയി. എന്താന്ന് പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും ഭയങ്കരമായ സൗണ്ട് ആയിരുന്നു. 2 ബൈക്കിനടിച്ചിട്ടുണ്ടായിരുന്നു. അവര് കസ്റ്റമർ ഭക്ഷണം കഴിക്കാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി പുറത്താണ്ടായി, ആ വണ്ടി 2ഉം പോയി. എല്ലാം മൊത്തം തകർന്നിട്ടാ ഉള്ളത്. ഹോട്ടലിന്റെ തൂണും എല്ലാം തകർത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. ആൾക്കാർക്കാർക്കൊന്നും പറ്റില്ല, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ചെറുവത്തൂർ വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ജില്ലാ ഭരണകൂടം നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ദേശീയപാത അതോറിറ്റി അവഗണിച്ചുവെന്നും പുറത്തുവന്ന റിപ്പോർട്ടിലുണ്ട്.
നേരത്തെ മണ്ണിടിഞ്ഞപ്പോൾ മേഖലയിൽ ഡ്രോൺ പരിശോധന നടത്തി മലയിൽ വിള്ളലുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കലക്ടർ വിശദമായ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ശേഷമാണ് വീണ്ടും മണ്ണിടിഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ മണ്ണിടിച്ചിലോടെ നിർമ്മാണ ചുമതലയുള്ള മേഗാ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കെതിരെ നടപടിയുണ്ടായേക്കാമെന്നും സൂചനയുണ്ട്. പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ NDRF സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. വീരമലക്കുന്നിന് സമീപത്തെ പ്രദേശവാസികളും ആശങ്കയിലാണ്. ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് കുന്നിനു മുകളിലുണ്ട്. ഇതിനിടെയാണ് മലയിൽ വിള്ളലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനാൽ തന്നെ വലിയ ഭീതിയിലാണ് സമീപവാസികൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായത്. കാർ യാത്രികയായ അധ്യാപിക തലനാരിഴക്കാണ് അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. നേരത്തെയും വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞിരുന്നു. ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്തു നടത്തുന്ന മേഗാ കൺസ്ട്രക്ഷൻസിനെതിരെ അനധികൃത നിർമ്മാണം എന്ന പരാതി അന്നുതന്നെ ഉയർന്നുവരികയും ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ ദേശീയപാതയിൽ ചരക്കുവാഹനങ്ങളുടെ നീണ്ട നിര. ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. കരിവെള്ളൂർ ദേശീയപാതയിൽ ചരക്കുവാഹനങ്ങളുടെ നീണ്ട നിര. ചെറുവത്തൂർ വീരമലക്കുന്നിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. പാചകവാതകവും മറ്റു ഇന്ധനങ്ങളും ചരക്കുകളും ഒക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ദീർഘദൂര ബസ്സുകളും പാലക്കുന്നിൽ നിന്ന് വെള്ളച്ചാൽ വഴിയാണ് പോകുന്നത്. ഇത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളൂർ ദേശീയപാതയിലും വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇടവപ്പാതിക്കു ശേഷം തുലാം മാസത്തിലെ 10-ാം ഉദയം വരെയുള്ള 5 മാസക്കാലം തെയ്യക്കാർക്ക് വറുതിയുടെ കാലമാണ്. ഇനി കാൽച്ചിലമ്പൊലി കേൾക്കാൻ അടുത്ത തുലാം മാസം വരെ കാത്തിരിക്കണം. തെയ്യം കലാകാരന്മാർക്കും കോലധാരികൾക്കും വിശ്രമത്തിന്റെയും വറുതിയുടെയും കാലം കൂടിയാണ് ഈ തെയ്യമില്ലാക്കാലം. വടക്കിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് തെയ്യങ്ങൾ. നാടിന് മുഴുവൻ ആദിവ്യാധികളൊക്കെ അകറ്റുന്ന തെയ്യങ്ങൾ, കെട്ടിയാടുന്ന പെരുമലയന്മാരൊക്കെയും. പക്ഷേ ഈ വറുതിയുടെ കാലം, ഇനി അടുത്ത തുലാം 10 വരുന്നത് വരെ തെയ്യക്കാലം അവസാനിച്ചിരിക്കുന്നു. ആ വറുതിയുടെ കാലം അവർക്ക് എങ്ങനെയാണ് എന്നാണ് അറിയേണ്ടത്. മധു പെരുമലയനാണ് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്തേ. പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ത്രാവം 10-ന് നമുക്ക് തെയ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഇടവ മാസം ഒരു പകുതി ആകുമ്പോഴേക്കും തെയ്യെല്ലാം കഴിയും. അപ്പോൾ തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ ഒരു വരുമാനമാണ്. റെഡിക്ക് വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് നാട് നടക്കുന്ന സമ്പ്രദായം അറിയൽ. ഇന്നിപ്പോൾ മറിച്ച് ഇന്നത്തെ ഈ അവസ്ഥയിൽ നമുക്ക് ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടിക്കഴിഞ്ഞാലും തറവാടുകളിൽ തെയ്യം കെട്ടിക്കഴിഞ്ഞാലും ഇനി വീടുകളിലായി കഴിഞ്ഞാലും ഏകദേശം നമ്മളെ നാട്ടുകാരനെ നമുക്ക് അറിഞ്ഞ വരുമാനം തരുന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ വലിയൊരു വെറുതെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടി വെറുതെയാണ്. എന്ത് തന്നെയാലും നമുക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ തെയ്യം കെട്ടിട്ട് മാത്രം ജീവിക്കുന്നതാണ്. അപ്പോൾ ഈ 6 മാസം കടത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കടന്നു പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെയ്യം കിട്ടുന്ന ഈ വരുമാനത്തോണ്ടാണ്. അതപ്പോൾ ഇപ്പം ഒരു മോശമല്ലാത്ത രൂപത്തിൽ പോകുന്നുണ്ട്. അതെ. അപ്പോൾ ഈ അണിയലങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പണച്ചെലവ് ഉണ്ടാവുമല്ലോ. ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടുന്നതൊക്കെ ഇപ്പോഴേ സ്വരുക്കൂട്ടി വെക്കുവാണോ, അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഇപ്പോഴും ഈ സമയത്താണ് നമ്മൾ ഇതെല്ലാം അണിയലെല്ലാം പുതുക്കി വെക്കൽ. അപ്പോൾ കഴിഞ്ഞ കാലത്ത് തെയ്യം കഴിഞ്ഞ ആ സമയം മുതൽ ഇങ്ങോട്ടില്ലായിരുന്നു നമ്മളെ വരുമാനത്തിൽ നിന്ന് കുറച്ച് തുച്ഛമായ ഒരു പൈസ എടുത്തിട്ട് വെക്കും. അതായത് ഇപ്പോൾ അണിയൽ ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു സാമ്പത്തികം നമുക്ക് വേണം. വലിയ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ തന്നെ 10-15 ഉറുപ്പിയിൽ മേലെ ഒരൊറ്റ സാധനത്തിന് വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെയ്യം കഴിഞ്ഞ് അണിയലം പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ തെയ്യം തുടങ്ങുമ്പോഴേക്കും ഈ അണിയലത്തിൻ്റെ എല്ലാം പോകും. അതായത് നമ്മൾ ഊട്ടിയ തകിട് പുതുക്കിയിട്ടാണ് ചെയ്യുന്നത്. വിളഞ്ഞറ്, മെഴു, അബ്രം, ചായല്, മനയോല ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇനി നമ്മൾ മിനിക്ക് പണിയെടുക്കുന്നത്. അപ്പോൾ ഈ മരം മുരിക്കായതുകൊണ്ട് അതങ്ങനെ പോവില്ല. മറിച്ച് അതിന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് കാലാകാലങ്ങളിൽ മാറ്റിക്കൊണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് പുതുക്കലെന്ന് പറഞ്ഞാൽ ഒരു തെയ്യത്തിൻ്റെ സാധനം മാത്രം പുതുക്കണമെങ്കിൽ ഏകദേശം നമുക്കൊരു 10-40,000 ഉറുപ്പിയിൽ മേലെ ഒരു വിഷ്ണുമൂർത്തിൻ്റെ സാധനം പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കും. അതിൻ്റെ നൂല് വാങ്ങിക്കണം, ഊളൻ നൂല് വാങ്ങിക്കണം. അത് കണക്ക് തകിട് തന്നെ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഒരു സമയത്ത് ഊട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്ലിയറിൽ നമുക്ക് കിട്ടുകയും ചെയ്യില്ല. വീണ്ടും രണ്ടാമത് ആദ്യം വീണ്ടും ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഈ സാധനം ആക്കിയതിൽ തന്നെ നമ്മളെ ഇപ്പോൾ ഒരു പുതുക്കണമെങ്കിൽ ഒരു 5 സാധനം നമ്മൾ നേരെ ആക്കണമെങ്കിൽ ഒരു 10 സാധനം നമ്മൾ കളയണം. എന്നാൽ മാത്രമേ നമുക്ക് ഒന്ന് നേരെയായിട്ട് കിട്ടുള്ളൂ. അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഈ തലപ്പാളിയൊക്കെ ശരിക്കും വെള്ളിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, വലിയൊരു പണച്ചെലവിന് വേണ്ടി വരും. ഒരു 27,000 ഉറുപ്പ്യ എടുക്കാൻ നല്ലൊരു തൂക്കത്തിൽ ഒരു മീഡിയം ടൈപ്പിലാക്കണമെങ്കിൽ ചുരുങ്ങിയത് 27,000 ഉറുപ്പ്യ വേണം.
പിന്നെ ആടെ നിന്ന് അങ്ങോട്ട് വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് പൈസ കൂടിക്കൊണ്ടുവരും. അത് ഉണ്ടാക്കുന്ന ആൾക്കാരും ഈ പയ്യന്നൂരും പരിസരത്തൊക്കെ ഉണ്ടാവാറുണ്ടോ? പയ്യന്നൂരും പരിസരങ്ങളിലുണ്ട്. ഇതിപ്പോ വെറുതെ കാലം എന്ന് പറയുന്നു, പക്ഷെ നമുക്ക് തെയ്യക്കാലം ശരിക്കും പറഞ്ഞാൽ ഒരു തെയ്യാട്ട കാവിൽ നിന്ന് മറ്റൊരു തെയ്യാട്ട കാവിലേക്ക് പോകുന്ന ഒരു ധൃതിയുണ്ട്. ആ സമയത്ത് ഈ പറയുന്നത് പോലെ ശരീരത്തിന് ഒരുപാട് ഉറക്കം ശരിക്കും വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ വലിയ തലപ്പാളിയൊക്കെ വച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ദിനചര്യം തീരെ നോക്കാണ്ടാണ് നമ്മൾ തെയ്യം കിട്ടുന്നത്. അതായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മളെ ഒരു ദിക്കിൽ തെയ്യം കഴിഞ്ഞു, അന്ന് വൈകുന്നേരം മറ്റൊരു ദിക്കിൽ കൂടാനുണ്ടാവും. അപ്പോൾ അന്ന് രാവിലെ കെട്ടിയ തെയ്യായിരിക്കും വൈകുന്നേരം കഴിയുന്നത്. അപ്പോൾ ഒന്നാമത് പിന്നെ ആഹാരം തീരെയില്ല, അരി ഭക്ഷണമില്ല. പിന്നെ രാവിലെ നമ്മൾ മൂത്തതിന് മുമ്പേ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ. പിന്നെ മറ്റേ ദിക്കിലേക്ക് തെയ്യത്തിന് എത്തേണ്ട തിരക്കായിരിക്കും. അതായത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ക്ഷേത്രം രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ എല്ലാം ദൗത്യം. അതായത് നമ്മളെ ഏതൊരു സമുദായത്തിന് തെയ്യം കെട്ടുന്ന ഏതൊരു സമുദായത്തിൻ്റെ ദൗത്യം അതാണ്. അപ്പോൾ ഇവിടെ തെയ്യം കഴിഞ്ഞ് കോള് വാങ്ങിക്കുന്നതിന് മുമ്പേ അവിടെ തിടങ്ങാനായിട്ടുണ്ടെങ്കിൽ ആടുന്ന് ആൾക്കാർ പറയും. അപ്പോൾ ഇതും തരണം ചെയ്യണം, അടുത്തേക്ക് എത്തണം. അപ്പോൾ അതിൻ്റെ വേവിലാതിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അന്നേരം ഒന്നും, അതായത് ഒന്നും മനസ്സിലാവില്ല നമുക്ക്. ഒന്നും പാലിക്കാനാവുകയും ചെയ്യില്ല. ആ വേദനകൾ തന്നെ അന്നേരം തിരിയില്ല. മറിച്ച് മറ്റൊരു ദിക്കിലേക്ക് എത്തിയാടുന്ന തെയ്യെല്ലാം കഴിഞ്ഞാകുമ്പോഴാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അറിയൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ശാരീരികമായിട്ടുള്ള അവസ്ഥകളെല്ലാം ഒന്ന് നേരെയാക്കി കൊണ്ടുവരില്ല ഇങ്ങനെയല്ലേ ഈ കർക്കിടക മാസം അതിലെ അവസരത്തിലാണ് ചെയ്യൽ. അതെ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ മുടി ഏറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരാൾക്കൊന്നും പൊന്താത്ത മുടിയായിരിക്കും ഈ തെയ്യക്കാരൻ ബാലൻസ് ചെയ്ത് വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവുക. പ്രത്യേകിച്ച് വിഷ്ണുമൂർത്തിയൊക്കെ ആണെങ്കിൽ കൈ നമ്മളൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഏറ്റവും അവസാനം അഴിക്കുന്ന ഒരു തെയ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. ആ സമയത്ത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വിഷ്ണുമൂർത്തി ഏകദേശം ഒരു വിഷ്ണുമൂർത്തി കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് നമ്മൾ അണിയാഭരണം എല്ലാം തല മുതൽ കാല് വരെ നോക്കുന്ന ഏകദേശം ഒരു 10-80 കിലോൻ്റെ അടുക്കെ ഉണ്ടാവും, നമ്മൾ ഈ ഒല്ലിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആക്കിയിട്ട് വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് പിന്നെ അതായത് നമ്മൾ പറയുന്നുണ്ട് പാതി മനുഷ്യൻ പാതി ദൈവം എന്നില്ല എന്ന് നമ്മളെ പഴഞ്ചൊല്ലിൽ പറയുന്നത്. അപ്പോൾ എല്ലാം പ്രാർത്ഥനയാണല്ലോ നമ്മളത്. അപ്പോൾ എന്തായാലും നമ്മളെ ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അത് കെട്ടുന്നത്. കെട്ടിക്കഴിഞ്ഞാൽ ഇനി എത്ര മണിക്കൂർ നിന്ന് കഴിഞ്ഞാലും കൈവേദനയോ കാല് വേദനയോ അല്ലെങ്കിൽ തലപ്പാളി കെട്ടിയതിൻ്റെ വേദനയോ ആ സമയത്തൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ അത് അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രക്തോട്ടം കൃത്യമായിട്ട് ഉണ്ടാവില്ല, എല്ലാം ഒരു മരവിപ്പാണ് ഉണ്ടാവില്ല. അതാണ് ഈ വേദന അറിയാത്തതിൻ്റെ കാരണം. അപ്പോൾ തെയ്യം കഴിഞ്ഞതിന് ശേഷം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അതിന് ശേഷമാണ് അറിയാൻ വേണ്ടി പറ്റല്. അതെ, അത് പറഞ്ഞതുപോലെ അപ്പോൾ വിശ്രമിക്കാൻ സമയമില്ല, അടുത്ത ദിക്കിലേക്ക് പോകണം. അതെ അതെ അതെ, ഉറക്കൊഴിയേണ്ടി വരും, നോറ്റിരിക്കേണ്ടി വരും. അതെ അതെ തീർച്ചയായിട്ടും. അതെ, നമ്മൾ ഈ ഏരിയ പയ്യന്നൂർ ഈ ഭാഗത്തിലെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ കരുവള്ളൂർ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാലും കുണിയൻ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ചുറ്റുവട്ടത്ത് എന്ന് വെച്ചാൽ പിന്നെ ദിവസം തെയ്യാണ്. അതായത് ഒരു ദിവസം ഒഴിയാണ്ടില്ല തെയ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് ഒരു ദിക്കിൽ നമ്മളെ ജന്മാധികാരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ചന്ദേര നാട്ടിലെത്തി കഴിഞ്ഞാൽ ആ നാട്ടിലൊരു ജമ്മക്കാരനുണ്ട്, ഇവിടെ വെള്ളൂർ എത്തിക്കഴിഞ്ഞാൽ വെള്ളൂരൊരു ജമ്മക്കാരുണ്ട്, കരുവള്ളൂർ എത്തിക്കഴിഞ്ഞാൽ കുണിയൻ എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലത്തെ ജമ്മക്കാരൻ തന്നെയാണ് ഞാൻ. അത് മാത്രമല്ല അന്നൂരും നമ്മളെ ജമ്മം തന്നെയാണ്. അപ്പോൾ ഈ അന്നൂർ കഴിഞ്ഞ പാടന്നെ തെയ്യാനൊക്കെ കരുവള്ളൂർ നാട്ടിലുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ഒന്നും നോക്കാണ്ട്, അതായത് പിന്നെ നമ്മളെ നിത്യകർമ്മങ്ങൾ ആ സമയത്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കുളിച്ചിട്ട് വ്രതശുദ്ധിയോടെല്ലാം നമുക്ക് തെയ്യത്തിന് പോകാൻ പറ്റില്ലും. അപ്പോൾ നമ്മളെ ആ ഒരു കാര്യങ്ങൾ ചെയ്തു എന്നല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നത് അന്നേരം ആടെ ഒന്നും നമ്മൾ മനസ്സിൽ കൊടുക്കില്ല. കഴിച്ചു ഇല്ലെങ്കില്ല, അത് സമയത്തിനനുസരിച്ചിട്ടില്ലേ ഇല്ലാന്ന് പോവുകയും വരികയും ചെയ്യുക. പക്ഷേ ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് വരുന്നത് പിന്നെയാണ്. അതെ, അപ്പോൾ ഈ നീണ്ട വിശ്രമകാലം അതിനും കൂടി നമ്മുടെ ശരീരത്തിനെ വീണ്ടും അടുത്ത തെയ്യക്കാലത്തിലേക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നതിനും കൂടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ കർക്കിടക മാസമൊക്കെ. അതെ അതെ അതെ, ഈ പറയുന്നത് പോലെ കർക്കിടക ചികിത്സയൊക്കെ നടത്താറുണ്ടോ സാധാരണ തെയ്യക്കാരൊക്കെ? എല്ലാവരും നടത്താറുണ്ട്. ഞാൻ അത്യാവശ്യം ഇങ്ങനെ ചെയ്യലുണ്ട്. അത്യാവശ്യം ഇല്ല, മറ്റേ സ്ഥിരമായിട്ട് അങ്ങനെ തടി നോക്കണമെങ്കിൽ സമയം കിട്ടുന്നില്ല. അതെ, അതാണ് ഏറ്റവും വലിയ വിഷയം. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ കർക്കിടകം 16 മുതൽ വേടമ്പാട്ടായി. വേടമ്പാട്ട് കഴിയുമ്പോൾക്ക് ഓണത്തിൻ്റെ ആ ഒരു സമയം കിട്ടുന്നില്ല. അപ്പോൾ ഓണത്തിൻ്റെ ഏകദേശം സമയം ഓണമെല്ലാം കഴിഞ്ഞാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ത്രാപ്പത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാവും. അപ്പോഴേക്കും അണിയെല്ലാം കംപ്ലീറ്റ് സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ വേവിലതിലായി. പിന്നെ അതിലിടക്ക് നാട്ടിൽ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെല്ലാം വിളിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരും ആക്കൊല്ലം ചെയ്യും. അപ്പോൾ ഇപ്പം റെഡിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭാര്യ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് തടി നോക്കിക്കോളാം. അതെ, തീർച്ചയായിട്ടും ഈ വറുതിയുടെ കാലമെന്ന് പറയുന്നത് ഒരു വിശ്രമകാലം കൂടിയാണ്. അടുത്ത തെയ്യാട്ടക്കാലത്തിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും ഒരുക്കിയെടുക്കുന്ന കാലം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ. പൂർവിക സ്മരണയിൽ നിന്ന് കർക്കിടക വാവുബലി. സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. സംസ്ഥാനത്ത് കർക്കിടകവാവിന്റെ ഭാഗമായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. എല്ലാ ജില്ലകളിലും ബലിയിടാനെത്തിയവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെയോടെ തന്നെ ഭക്തർ ബലിതർപ്പണം നടന്ന ക്ഷേത്രങ്ങളിൽ എത്തി. തിരുനെല്ലി പാപനാശിനി, തിരുവില്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം,
കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം, തൃച്ചംബരം തുടങ്ങിയ സ്ഥലങ്ങളിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 2:30 മുതൽ തന്നെ പിതൃകർമ്മങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ പലയിടങ്ങളിലും മഴയുള്ളതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, നീന്തൽ വിദഗ്ധർ തുടങ്ങിയ സംഘങ്ങൾ ഭക്തർക്ക് സുരക്ഷാ വലയം ഒരുക്കിയിരിക്കുന്നു. അമാവാസി ദിനത്തിൽ എല്ലാ മാസവും ബലിതർപ്പണം നടത്താമെങ്കിലും കർക്കിടകത്തിലെ വാവുബലിക്ക് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകമായി തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തുന്നത്. സ്വന്തം വീട്ടുമുറ്റത്ത് ബലിയിടുന്നവരുമുണ്ട്. ബലിതർപ്പണത്തിന് എള്ള്, ഉണക്കലരി, പൂക്കൾ, ജലം, ദർഭപ്പുല്ല് എന്നിവയാണ് പ്രധാന പൂജാദ്രവ്യങ്ങൾ. പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലിയർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചിച്ച് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മൗനജാഥ നടന്നു. സർവകക്ഷി അനുശോചന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചിച്ച് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മൗനജാഥ സംഘടിപ്പിച്ചു. ഷേണായ് സ്ക്വയറിൽ സർവകക്ഷി അനുശോചന യോഗത്തിൽ V. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. TA മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് P. സന്തോഷ്, സരിൻ ശശി, DK ഗോപിനാഥ്, KV ബാബു, P. ജയൻ, VKP ഇസ്മായിൽ, PV ദാസൻ, K. ഹരിഹർകുമാർ, ഇക്ബാൽ പോപ്പുലർ, ജോസ് മാത്യു, K. ദേവി, K. ശ്രീകാന്ത്, OT സുജേഷ്, B. സജിത് ലാൽ, KV ലളിത, C. കൃഷ്ണൻ, V. നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനിച്ച കാലത്താണ് ശ്രീനാരായണ ഗുരു സമാധി അറിയുന്നത്. 1928. 1924 ഒരു കോട്ടപ്പാടത്തിൽ കുമാരനാശാൻ ലോകത്തോട് വിടവാർന്നു പോകുന്നു. അഭിമുഖത്തിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൊരു കാലം. അഭിമാനപൂർവ്വം ഒരു മനുഷ്യന് വഴി നടക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു കാലം. ആ കാലത്താണ് VS ജനിച്ചു വീഴുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യ കാലം വളരെ വേദനയോടെയും സങ്കടത്തോടെയും കൂടി മാത്രമേ നമുക്ക് കാണാനാവൂ. പയ്യന്നൂർ കരുവാച്ചേരിയിൽ തെരുവ് നായ്ക്കൾ വീട്ടിൽ നിർത്തിയിട്ട കാർ നശിപ്പിച്ചു. കരുവാച്ചേരി യൂത്ത് സെന്ററിന് സമീപത്തെ ഹാർഡ്വെയർസ് വ്യാപാരി VV ശിവരാമന്റെ കാറാണ് തെരുവ് നായ്ക്കൾ നശിപ്പിച്ചത്. കൂട്ടമായി എത്തിയ തെരുവ് നായ്ക്കൾ കാറിന്റെ നമ്പർ പ്ലേറ്റ്, കാറിനടിയിലെ എഞ്ചിൻ ഗാർഡ്, വയറിംഗ് എന്നിവയാണ് നശിപ്പിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കാറിന്റെ ബോണറ്റിനു മുകളിലും നായ്ക്കൾ കയറിയതിന്റെ കാൽപ്പാടുകൾ കാണാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രദേശത്ത് തെരുവുനായ ശല്യം വ്യാപകമാണ്. ജില്ലയിലെ പലയിടങ്ങളിലും തെരുവുനായ്ക്കൾ നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. പ്രദേശത്തു നിന്നും വിവിധ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളും മുതിർന്നവരും ഭയപ്പാടോടെയാണ് കടന്നുപോകുന്നത്. ഈ തെരുവുനായ്ക്കളെ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊരു അധികൃതർ മുൻകൈ എടുക്കണം. അത് എന്താണ് മാർഗം എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളും ഇപ്പോൾ പരിഭ്രാന്തിയിലാണ്, എല്ലാവരും സപ്പോർട്ടാണ് അധികൃതർക്ക്. അധികൃതർ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. ഇതിനിടയ്ക്ക് കണ്ടങ്ങാളിയിൽ ഒരു നായനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ഭ്രാന്തൻ നായിയാണ്. എന്നിട്ട് കേസും കൊണ്ടാൻ വേണ്ടിയായിട്ട് എത്രയാ പോയതെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലും ജനങ്ങൾ ഭയവിഹ്വലരാണ്. തെരുവ് നായകളുടെ സംരക്ഷകരായ നായപ്രേമികൾ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ കണ്ടെത്തി ഷെൽട്ടറുകൾ ഉണ്ടാക്കി സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ഉചിതമായ മറ്റു നടപടികൾ എടുക്കുകയോ ചെയ്യണമെന്നും നായകളുടെ വന്ധ്യംകരണം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാനാവില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അവശനിലയിലായ ഖാദി മേഖലയ്ക്ക് തങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകുകയാണ് കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും. എല്ലാ ദിവസവും ഖദർ വസ്ത്രം ധരിച്ചാണിവർ സ്കൂളിലെത്തുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന ഖാദി വ്യവസായത്തിന് ഒരു താങ്ങായി നിൽക്കുന്നതിനു വേണ്ടി മാതൃക കാട്ടുകയാണ് കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ ജീവനക്കാർ. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഖാദി യൂണിഫോം അണിഞ്ഞാണ് ജീവനക്കാരെല്ലാം വിദ്യാലയത്തിലെത്തുന്നത്. പ്രധാന അധ്യാപകൻ മുതൽ പാചകത്തൊഴിലാളി വരെ യൂണിഫോം ധരിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളിലായി തുടർന്നു വന്ന രീതി 4ാമത്തെ വർഷവും തുടരുകയാണ്.
സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന കൈത്തറി യൂണിഫോം ബുധൻ ഒഴികെയുള്ള എല്ലാ ദിവസവും ധരിക്കുമ്പോൾ ഏകീകൃതമായ രീതിയിൽ അധ്യാപകരും അവരോടൊപ്പം ചേരുന്നു. ആദ്യം ഒരു വർഷം ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം വന്നു, എല്ലാ ഗവൺമെന്റ് ജീവനക്കാരും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഖാദി ഉപയോഗിക്കുന്ന ഒരു നിർദ്ദേശം വന്നതോടെ നമ്മളും അതുപോലെ. എന്നാൽ എല്ലാവരും ഒരേ യൂണിഫോം എന്നുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുട്ടികളോടുള്ള ഒരു ഐക്യദാർഢ്യം കൂടി ആവുമെന്ന് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ ഒരു ദിവസം ഖാദി യൂണിഫോം അത് ബുധനാഴ്ച ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് എന്തുകൊണ്ട് ഇതെല്ലാ ദിവസത്തേക്കും നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ എല്ലാ ദിവസത്തേക്കും യൂണിഫോം എന്നുള്ളൊരു ആശയം വരികയും അതെല്ലാവരും ആദ്യം ഒരാശയം മനസ്സിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമുക്കത് ചെയ്യാമെന്നുള്ളൊരു ആശയമാണെന്ന് പറയുകയും ചെയ്തു. വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ എല്ലാ ടീച്ചേഴ്സും പ്രവൃത്തി ദിവസങ്ങളിൽ ഖാദി യൂണിഫോമിലാണ് സ്കൂളിലെത്തുന്നത്. തൊട്ടടുത്തുള്ള കൊഴുമൽ ഖാദി കേന്ദ്രത്തിൽ നിന്നാണ് വസ്ത്രങ്ങൾ വാങ്ങുന്നത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ LP സ്കൂളായ കൊഴുമൽ GLP സ്കൂൾ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരം മാതൃകാപരമായ മാറ്റങ്ങൾക്കുതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. പ്രധാനാധ്യാപകൻ രാജൻ അപ്യാൽ, അധ്യാപികമാരായ വിദ്യ K, അനിതകുമാരി, ഷമീറ ബാനു, K അനില എന്നിവരും M ശിവരാമൻ, പാചകത്തൊഴിലാളിയായ MV ഗീത എന്നിവരും ഖാദി വസ്ത്രം ധരിച്ചെത്തുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഠിക്കാൻ വിദ്യാർത്ഥികളും മറ്റും ഉപയോഗിക്കുന്ന ബുക്കുകളെക്കുറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈച്ച ബുക്ക് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം പിടികിട്ടില്ല. മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി എത്തുന്ന ഈച്ചകളെ വീഴ്ത്തുന്നതാണ് ഈച്ച ബുക്ക്. ചക്കയുൾപ്പെടെയുള്ളവ പഴുത്തു തുടങ്ങുമ്പോഴും തീരദേശ മേഖലയിൽ മത്സ്യവളങ്ങൾ കൊണ്ടുവരുമ്പോഴുമാണ് ഈച്ചകളുടെ സീസൺ ആകുന്നത്. ആഹാര സാധനങ്ങൾ തുറന്നു വെക്കാനാവില്ല എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ശരീരത്തിൽ കൂടി ഇവ ഇരുപുറപ്പിക്കും. ആരോഗ്യവകുപ്പ് അധികൃതർ ഈച്ചകളിലൂടെ പരക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും ലഘുലേഖ വിതരണവും നടത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ വെറും 15 രൂപ കൊണ്ട് ഈ ഈച്ചകളെ വീഴ്ത്തുന്നതിന് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഈച്ച ബുക്ക്. ബുക്കിന്റെ പുറംചട്ടയുടെ അകത്ത് ഈച്ചകളുടെ വലിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് അതിൽ പശ തേച്ച് ഉറപ്പിച്ചാണ് ഈച്ച ബുക്ക് തയ്യാറാക്കുന്നത്. ബുക്കിനകത്തെ വലിയ ഈച്ചയുടെ ചിത്രത്തിൽ ആകൃഷ്ടരായി ഒരീച്ച എത്തിയാൽ പിന്നെ മിനിറ്റുകൾക്കകം ബുക്ക് ഈച്ചകളെ കൊണ്ട് നിറയും. ചിറകും കാലുകളും ഒട്ടി പറക്കാനാകാതെ ഇവ ചത്തുവീഴും. ബുക്ക് അടച്ച് തീയിലിട്ട് നശിപ്പിക്കുകയാണ് പതിവ്. മലയോരത്ത് ഉപയോഗിച്ചു വന്ന ഈച്ച ബുക്ക് ഇപ്പോൾ തീരമേഖലയിലും വ്യാപകമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഡോക്ടർ മിഥുൻ മധുസൂദനൻ മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും നടന്നു. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഡോക്ടർ മിഥുൻ മധുസൂദനൻ മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും നടന്നു. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ മാളവിക ബിന്നി വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ജലാൽ കാങ്കോൽ അധ്യക്ഷത വഹിച്ചു. മാനേജർ MB അബ്ദുൽ മുത്തലിബ്, കൗൺസിലർമാരായ K സുമ, M ബഷീർ എന്നിവരും ബിന്ദു K, ഇസ്മയിൽ MK, മധുസൂദനൻ KK, ഹാഫിസ് അസ്ലം PS, അരുണ K, മുഹമ്മദ് റഫീഖ് NK, SM സന്തോഷ്, ഹെഡ്മാസ്റ്റർ മുഹമ്മദ് റഫീഖ് K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് തിപ്പലി. ചുമയ്ക്കും കഫത്തിനുമെല്ലാം ഔഷധക്കൂട്ടായി തിപ്പലി ഉപയോഗിച്ചു വരുന്നു. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. കുരുമുളകിന്റെ കുടുംബത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് തിപ്പലി. കുറ്റിച്ചെടിയായാണ് തിപ്പലി വളരുന്നത്. പിപ്പറേസിയെ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രീയ നാമം പിപ്പർ ലോങ്ങും എന്നാണ്. ഇംഗ്ലീഷിൽ ലോങ് പെപ്പർ എന്ന് പറയുന്നു. ചുമയ്ക്കും കഫത്തിനുമെല്ലാം ഔഷധക്കൂട്ടായി തിപ്പലി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ടാത്ത ഇടവിളയായും കൃഷി ചെയ്യാവുന്നതാണ്. ആയുർവേദത്തിൽ തിപ്പലിക്ക് ഏറെ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ചുക്ക്, കുരുമുളക്, തിപ്പലി എന്ന ത്രിഗഡു ഔഷധക്കൂട്ട് പ്രസിദ്ധമാണ്. ഇരുണ്ട പച്ചനിറത്തോടു കൂടിയ ഹൃദയാകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. ചുമ, കഫക്കെട്ട്, തലവേദന, മൂത്രതടസ്സം എന്നിങ്ങനെ പലവിധ രോഗങ്ങൾക്കും പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നു. തിപ്പല്ലി ഇപ്പോൾ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഒരു കളമാതിരി വളർന്നു വരുന്ന ഒരു ചെടി സസ്യമാണ്. കുരുമുളകിൻ്റെ വള്ളി മാതിരി പടർന്നു കയറുന്ന തിപ്പല്ലി സാധാരണ വീടുകളിലും പറമ്പുകളിലും ഒരു കള പോലെ വളർന്നു വരുന്ന ഒരു സസ്യം തന്നെയാണ്. ഇത്
കഫരോഗങ്ങൾക്കാണ് ആയുർവേദം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കഫം, ചുമ, തൊണ്ടവേദന, പനി, അതിനുവേണ്ടി ചുക്ക്, മുളക്, ഇപ്പല്ലി ഈ 3 കൂടി ചേർത്തിട്ട് കഷായം വെച്ച് കുടിക്കാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബഹിരാകാശ വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് കുട്ടികളെ പരിചയപ്പെടുത്തുവാനും ചാന്ദ്രദൗത്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ലക്ഷ്യമിട്ടും ഏറ്റുകുടുക്ക AUP സ്കൂളിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിന പരിപാടികൾ സംഘടിപ്പിച്ചു. ആസ്ട്രോ പയ്യന്നൂരിന്റെ നേതൃത്വത്തിലാണ് ചാന്ദ്രദിന ക്ലാസ് സംഘടിപ്പിച്ചത്. ഏറ്റുകുടുക്ക AUP സ്കൂൾ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനം ആഘോഷിച്ചു. ആസ്ട്രോ പയ്യന്നൂർ ചാന്ദ്രദിന ക്ലാസ് സംഘടിപ്പിച്ചു. KTN ഭാസ്കരൻ നേതൃത്വം നൽകി. ചാന്ദ്രദിന പത്രം, ക്വിസ്, പ്രഭാഷണം, സാങ്കല്പിക ചിത്രരചന, ചാന്ദ്രകവിത, സംഘഗാനം, റോക്കറ്റ് മാതൃകാ നിർമ്മാണം, ബഹിരാകാശ നാടകം, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ നടത്തി. പ്രധാനാധ്യാപകൻ CK രമേശൻ, K സ്വപ്ന, KM വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച മാതമംഗലം ചരൽപ്പള്ളയിലെ ആർമി നായിബ് സുബേദാർ KK സൂരജിന്റെ മൃതദേഹം സംസ്കരിച്ചു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നു. കഴിഞ്ഞ ദിവസം ലക്നൌവിൽ വെച്ച് അന്തരിച്ച മാതമംഗലം ചരൽപ്പള്ളയിലെ ആർമി നായിബ് സുബേദാർ KK സൂരജിന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ വായനശാലയിലും തുടർന്ന് വീട്ടിലും നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. 20 വർഷത്തിലധികമായി ആർമിയിൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. കുറച്ചുനാളുകളായി കരൾ സംബന്ധമായ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 1 മാസം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്ന് തിരികെ പോയത്. പരേതനായ പുതിയ വീട്ടിൽ കണ്ണൻ നമ്പ്യാരുടെയും KK ഭാർഗവിയുടെയും മകനാണ് സൂരജ്. ഭാര്യ സ്നേഹ, ആദിദേവ്, പ്രാർത്ഥന എന്നിവരാണ് മക്കൾ. സ്മിത, സുമ എന്നിവർ സഹോദരങ്ങളാണ്. ഉച്ചയ്ക്ക് തുമ്പത്തടം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 27-ന് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. യോഗ അസോസിയേഷൻ ഓഫ് കണ്ണൂരും കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 10ാമത് യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2025 ജൂലൈ 27-ന് പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. സമാപന പരിപാടിയിൽ വിജയികൾക്കുള്ള ട്രോഫി, മെഡൽ വിതരണം പയ്യന്നൂർ MLA TA മധുസൂദനൻ നിർവഹിക്കും. പയ്യന്നൂരിൽ ആദ്യമായി നടക്കുന്ന യോഗാസന ചാമ്പ്യൻഷിപ്പിൽ 400ഓളം യോഗ താരങ്ങൾ, 100ഓളം ഒഫീഷ്യൽസ്, രക്ഷിതാക്കൾ എന്നിങ്ങനെ 1000-ലധികം പേർ പങ്കാളികളാകും. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി യോഗാസന മത്സരവും യോഗ ഡാൻസ് മത്സരങ്ങളും നടക്കും. സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ഗ്രേസ് മാർക്ക്, വെയിറ്റേജ് അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ചാമ്പ്യൻഷിപ്പിനോടൊപ്പം ഈ വർഷം മുതൽ ജനകീയമായ നിലയിൽ സൗഹൃദ മത്സരം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം വെച്ച് സാധാരണക്കാരിലേക്ക് യോഗയെ എത്തിക്കുവാനും പരിസ്ഥിതി സംരക്ഷണത്തിനും സമാധാനത്തിനും ലഹരിമുക്ത സമൂഹത്തിനും വേണ്ടി നിലകൊള്ളാനും പ്രതിജ്ഞാബദ്ധമായ യാക്ക് എന്ന യോഗ പ്രസ്ഥാനം നിരവധിയായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് P സന്തോഷ്, ഡോക്ടർ പ്രേമരാജൻ കാന, ബാലകൃഷ്ണസ്വാമി, P കുഞ്ഞികൃഷ്ണൻ, PV കുഞ്ഞപ്പൻ, MV കുഞ്ഞിക്കണ്ണൻ, KP ഷൈജു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച വെങ്ങര സ്വദേശിനി MB റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ ഭർത്താവ് കുഞ്ഞിനെ വേണമെന്നാവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്ത്. റീമയുടെ കുടുംബത്തെ സന്ദർശിച്ച മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി. കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും ഇതിന് കുടുംബത്തോടൊപ്പം മഹിളാ അസോസിയേഷൻ ഉണ്ടാകുമെന്നും PK ശ്രീമതി.
പഴയങ്ങാടി അടുത്തിലയിൽ നിയന്ത്രണം വിട്ട ബൊലേറോ കാർ ഹോട്ടലിന് മുന്നിലേക്ക് മറിഞ്ഞു. വൈകിട്ട് 3:30 അപകടം. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ചെറുവത്തൂർ വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ജില്ലാ ഭരണകൂടം നൽകിയ എല്ലാ നിർദ്ദേശങ്ങളും ദേശീയപാത അതോറിറ്റി അവഗണിച്ചുവെന്നും പുറത്തുവന്ന റിപ്പോർട്ടിലുണ്ട്. ഇടവപ്പാതിക്കുശേഷം തുലാമാസത്തിലെ 10-ാം ഉദയം വരെയുള്ള 5 മാസക്കാലം തെയ്യക്കാർക്ക് വറുതിയുടെ കാലമാണ്. ഇനി കാൽച്ചിലമ്പൊലി കേൾക്കാൻ തുലാമാസം വരെ കാത്തിരിക്കണം. തെയ്യം കലാകാരന്മാർക്കും കോലധാരികൾക്കും വിശ്രമത്തിന്റെയും വറുതിയുടെയും കാലം കൂടിയാണ് ഈ തെയ്യമില്ലാ കാലം. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.